ഹലോ ഫ്രണ്ട്സ്, ഐ ആം അഖിൽ. ലാലേട്ടൻ ഫാൻസ് അസംബിൾ. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, അതെൻ്റെ ഒരു കർത്തവ്യമാണ്. ഫസ്റ്റ്, ഡയറക്ടർ ബൈ പൃഥ്വിരാജ് കുമാർ, റൈറ്റർ മുരളി ഗോപി, പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ്റണി പെരുമ്പാവൂർ ആൻഡ് ഗോകുലം ഗോപാലൻ, സ്റ്റാർസ് മോഹൻലാൽ, ടൊവിനോ, പൃഥ്വിരാജ് എക്സെട്ര. യൂട്യൂബിൽ കുറേ കണ്ടുണ്ടായിരിക്കും. അതിൻ്റെ സിനിമാറ്റോഗ്രഫി സജിത് വാസുദേവ്, എഡിറ്റർ അഖിലേഷ് മോഹൻ, മ്യൂസിക് ദീപക് ദേവ്, പ്രൊഡക്ഷൻ കമ്പനി ആശീർവാദ് സിനിമാസ്, ശ്രീ ഗോകുലം മൂവീസ്, ലൈക്ക പ്രൊഡക്ഷൻ. 3 മണിക്കൂർ ടൈം ഡ്യൂറേഷൻ. സിനിമ എങ്ങനെയുണ്ട്? ഫസ്റ്റ് തന്നെ പറയാം, ഇവിടെ കറണ്ടില്ല, ഭയങ്കര ചൂടാണ്, ലൈറ്റും ഇല്ല. പറഞ്ഞിട്ട് പെട്ടെന്ന് പോവാം. ആദ്യം തന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ്, ഇതിൻ്റെ ഇൻട്രോ, ഫസ്റ്റ് ഹാഫ് തുടങ്ങണത് എല്ലാം അന്യമായിട്ടാണ്. തുടക്കമെല്ലാം വേറെ ലെവലാണ്. ഇതിലൊരു വില്ലനായിട്ട് അഭിനയിച്ച അഭിമന്യു സിംഗ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. പുള്ളിയുടെ ഇൻട്രോ, പുള്ളിയുടെ ആ വില്ലനിസം എല്ലാം വേറെ ലെവലാണ്. കാരണം വെച്ചാൽ നമുക്ക് തന്നെ ഒരെണ്ണം കൊടുക്കാൻ തോന്നും, അത് ലെവലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് സിനിമ നല്ല ലേഖമാണ്. ഇങ്ങനെ ഇഴങ്ങി പോകും. മോഹൻലാൽ ഇങ്ങനെ പ്രസംഗിക്കുന്ന പോലെ ഇങ്ങനെ ഡയലോഗ് അറിയില്ല, ലൂസിഫറിലുള്ള പോലെ തന്നെയാണ്. ഇത് നമുക്ക് കുറച്ചുകൂടി എക്സ്ട്രീം ലെവലായിട്ട് തോന്നുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇതിൻ്റെ മേക്കിംഗ് ഒക്കെ വേറെ ലെവലാണ്. നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ മാത്രം കണ്ട പോലത്തെ കുറേ ഹെലികോപ്റ്ററും മറ്റതും മറിച്ചത്. മേക്കിംഗ് ബേസും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ടെക്നിക്കൽ സൈഡ് ഒന്നും പറയില്ല. വിഷയം എന്ന് വെച്ചാൽ അതിൻ്റെ ലാഗ്. ഈ സിനിമ നല്ല ലാഗാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എടുത്തു പറയേണ്ട ഒരു കിടിലൻ സിനിമ വെച്ചാൽ നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടാണ് ഒരു മരം കത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ലൂസിഫറിലുള്ള പാട്ടൊക്കെ കേട്ട് ഒരു കിടിലൻ ഫൈറ്റുണ്ട്, മാരക ഫൈറ്റ്. പിന്നെ അതിൽ വന്നിട്ടുള്ള ഒരുപാട് ഭാഷകൾ, ഒരുപാട് വലിയ കിടിലം ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ അന്യായ പെർഫോമൻസാണ്. അതിൽ ആരും മോശമില്ല, ആരും ഓവറാക്കിയിട്ടില്ല. പ്രശ്നമെന്ന് വെച്ചാൽ ഈ സിനിമയിലെ ലാഗെന്ന് വെച്ചാൽ നമുക്ക് കൈയടിക്കേണ്ട സീനൊക്കെ വരും. KGF ടക്ക് ഈ ലെവലിലല്ല വേണം. ഈ പട ഇഴങ്ങി ആമ എഴണോ അല്ലെ ഇടന്നേടെ ആമ ഇതിനെക്കാട്ടി സ്പീഡ് ഓടും. ലാഗാണ്. പക്ഷേ കൈയടിക്കേണ്ട സീനൊക്കെ വരുമായിരിക്കും. പക്ഷേ നമുക്ക് ഈ സിനിമയിൽ ആ ഒരു സീൻ്റെ ലാഗ് കാരണം നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടണമായിട്ട് എനിക്ക് ഫീൽ ചെയ്യില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഒന്നും പറയാനില്ല, വേറെ ലെവലാണ്. സിനിമയെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ സസ്പെൻസ് ആയിട്ട് വെച്ചിരുന്ന ഒരു റെഡ് ഡ്രാഗൺ വില്ലൻ ഉണ്ടല്ലോ, പുള്ളിയിൽ കാണിക്കുന്നു. അതൊരു അന്യായ മുതലാണ്. ആരുമ്പം തന്നെ ഖുറേഷി അബ്രഹാം എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു ലെവലിലാണ് ആ സീനൊക്കെ കാണിച്ചിരിക്കണം. പക്ഷേ ഇതിന് തേർഡ് പാർട്ട് വരണം, എന്നാലേ മനസ്സിലാവും ഇനി അങ്ങനെ പിടിച്ച് പട്ടിയാക്കോ അത് വേറെ ലെവലാക്കോ എന്നൊക്കെ. വില്ലന്മാരൊക്കെ വേറെ ലെവൽ പെർഫോമൻസാണ്, ഒന്നും പറയാനില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ല, കേരളത്തിലുള്ള കാര്യം, ഇൻ്റർനാഷണൽ ലെവൽ കാര്യം, കുറേ രാജ്യത്ത് പോകുന്നു, ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പോയത് അന്യായ ഹൈപ്പൊക്കെ കണ്ടാണ് പോയത്. പിന്നെ ഫസ്റ്റ് ഷോ പിന്നെ നമ്മളായിരിക്കുമല്ലോ, നമുക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ആണ്. അത് എത്രത്തോളം അവർക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, അത് ഇത്ര ഹൈപ്പ് കണ്ട് നമ്മൾ പോയി കാണുമ്പോൾ നമുക്കൊരു ആവറേജ് ഫീൽ ചെയ്യും. ലിയോ നീ തീർന്നടാ എന്നൊക്കെ പറഞ്ഞിട്ട് ലിയോയിലുള്ള പോലത്തെ ഒന്നും ഒരു എന്താ പറയുക, ഒരു കൈയടിക്കേണ്ട പോലത്തെ ഒരു സീനൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ലിയോയിൽ സെക്കൻഡ് ഹാഫ് ലാഗാണ്, എനിക്കറിയാം. പക്ഷേ ഞാൻ പറഞ്ഞത് ടെക്നിക്കൽ സൈഡൊന്നും ഒട്ടും മോശമല്ല, വേറെ ലെവലാണ്. അതിനെപ്പറ്റിയൊന്നും പറയാനില്ല. വലിയ കിടിലങ്ങളൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ നമ്മൾ ഇത്രയും വലിയ ഹൈപ്പ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് ഷോ, അതായത് FTS ഷോ, ഫാൻ ഷോ, 6 മണിക്കുള്ള ഷോ കാണുമ്പം നമ്മളായിരിക്കില്ല ആദ്യം കാണുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ അത് എനിക്ക് കിട്ടിയില്ല. സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെ ഉറക്കമൊന്നും വന്നില്ല, ലാഗ് മാത്രം ഫീൽ ചെയ്ത്. സ്ക്രീൻ പ്രസൻസ് ഒക്കെ വേറെ ലെവലാണ്, ബട്ട് സംതിങ് ഫിഷി. സബ് ചെയ്തേ കേട്ടാ, കുറേ കാലമല്ലേ. ഓക്കെ, ബൈ.